Good morning guys, good morning. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജോർഡുവിൻ്റെ ഈ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീനാണ്. അവന് എന്തൊക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ദിവസം കേട്ടോ. ഞാൻ പല ദിവസവും ഞാൻ മാറി മാറി ആയിരിക്കും ഓരോന്ന് കൊടുക്കാറുള്ളത്. എന്നാലും മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞാൻ ഒരുപോലത്തെ സംഭവങ്ങളാണ് ഒരുപോലത്തെ ഇടയ്ക്ക് മാറ്റും, കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കുമല്ലോ. ജോനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം ജോഡു ഇപ്പോൾ സമയം ഞങ്ങൾക്കിവിടെ 11:15 ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഉറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവൻ എണീറ്റു. സോ ഇപ്പം ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് ദോശയാണ്. ഈ ദോശ കാണുമ്പോൾ ഇത് മൊത്തം കഴിക്കുമോ നിങ്ങൾ ചിന്തിക്കേണ്ട, കഴിക്കില്ല. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഈ ദോശ ചട്നി കൂട്ടി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ചട്നി ഞാൻ മുളകും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കിയ ദോശയാണ്. അപ്പം ഒരു ദിവസം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഇവനിങ്ങനെ വേണം എന്നുള്ള ലെവലിൽ കാണിച്ചപ്പം അവന് കൊടുത്തപ്പോൾ അവനത് കഴിച്ചു. എനിക്കൊന്നൊരു ഹാഫ് ഇഡ്ഡലി അങ്ങോട്ട് അവൻ ആ സമയത്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ പിന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ അവനും കൂടെ ആക്കിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമായല്ലോ, ഒരേ സാധനം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ദോശ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് കഴിക്കുന്ന സാധനം ഇവൻ അത് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് അവൻ എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറുക്കുണ്ടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഈ ദോശ നല്ല കഴിക്കേണ്ട രീതിയിൽ അവൻ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ദോശയിലോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എന്താണോ കൊടുക്കുന്നത് അതാണ് കൊടുക്കുക. പിന്നെ ബാക്കി കാര്യങ്ങളായിരിക്കും അടുത്തടുത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കട്ടെ ഏതായാലും അവൻ കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും നമ്മളിപ്പം ഇവന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ചട്നി കൂട്ടി, ചട്നിയിൽ മുക്കിയിട്ട്, അത് തേങ്ങ മാത്രമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലല്ലോ. തേങ്ങയും കുറച്ച് ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടുണ്ട്, പിന്നെ കടുക് പൊട്ടിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇവൻ്റെ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ഇവനും ജോനും അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇന്ന് അവൻ ദോശയിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത്. വാ തുറക്ക്. ജോഡു ഒന്ന് വാ തുറന്നു തരുമോ സർ? യെസ്, സാറിന് ഇഷ്ടപ്പെട്ടു. സാറിന് ചില സമയത്ത് നമ്മൾ തലേ ദിവസം തിന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവനത് വേണ്ടാന്നുള്ള ലെവലിൽ കിടന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പം കഴിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം കഴിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഞങ്ങളിപ്പോൾ എന്ത് കഴിക്കുന്നോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് ഞാൻ ഇവനെ എൻ്റെ മടിയിൽ ഞാൻ കൊണ്ട് ഇരുത്തും. എണീറ്റിരിക്കുവാണെങ്കിൽ, ഉറങ്ങുവാണെങ്കിൽ ഓക്കെ, എണീറ്റിരിക്കുവാണെങ്കിൽ അവനെ ഞാൻ എൻ്റെ മടി കൊണ്ടിരുത്തിയിട്ട് ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കൊടുക്കും. അല്ല ചില സമയത്ത് ഞാൻ പഴം, ഇപ്പം നമ്മൾ പുട്ടും പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഴം എടുത്തിട്ട് ഞാൻ കുറച്ച് പുട്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. അതൊക്കെ അവൻ കഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് കഴിക്കുള്ളൂ. കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും അവൻ തന്നെ മതിയാക്കും. പക്ഷെ എന്നാലും കഴിക്കുന്ന അത്രയും ആയല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ശീലം ആയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒത്തിരി വൈകിപ്പോയി, കാരണം അവൻ അതിനിടയിൽ പ്രതീക്ഷിക്കാണ്ട് ഒന്നും കൂടെ കിടന്ന് ഉറങ്ങി. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം അവൻ കഴിക്കേണ്ടതായിരുന്നു. ഇതാ നോക്കട്ടെ. വിട്ടുക്ക ഇവിടെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാ. ജോഡ് നോക്കൂല. അവർ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ ഇത്രയും കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ ഇത്രയും കഴിച്ചു എന്നെങ്കിലും വിചാരിക്കാം. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനിയിപ്പം അടുത്ത കുറുക്ക് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. കാരണം വയറ് നിറയാനുള്ളത് കഴിച്ചിട്ടില്ല. അതിന് മുമ്പേ അവൻ വേണ്ടാന്നുള്ള ലെവലിൽ അവൻ ഇറങ്ങിപ്പോയി. അവൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സംഭവം ഞാൻ കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 12:10 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതെന്താണ് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജ്യൂസാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു ആപ്പിളും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ ഇട്ടിട്ടുള്ള ഒരു ജ്യൂസാണ് കൊടുക്കുക. ഒരു ദിവസം ഞാൻ ഫ്രൂട്ടിൻ്റെ എന്തെങ്കിലും ഒന്ന് ഞാൻ കൊടുക്കും കേട്ടോ. ഒന്നെങ്കിൽ ഫ്രൂട്ടിൻ്റെ എന്തെങ്കിലും പ്യൂരി ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ആയിട്ട് കൊടുക്കും. നോർമലി ഞാൻ ഫ്രൂട്ടാണ് കൊടുക്കാറ്. അപ്പം ഈ ഒരു സമയത്ത് ആപ്പിൾ ജ്യൂസൊക്കെ കൊടുക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാനിത് ജ്യൂസാക്കി എടുത്തത്. തണുപ്പിൽ ഞാൻ കൊടുക്കൂല. ചെറിയൊരു ചൂട് പോലെയായിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം അവനത് കുടിച്ചോളും. അവനത് നല്ല ഇഷ്ടമാണ്. ഇത് അവൻ്റെ കുഞ്ഞിക്കപ്പ ആയതുകൊണ്ട് തന്നെ അവന് അറിയാം അവനുള്ള സംഭവങ്ങളാണ് കൊടുക്കേണ്ടത്. അവന് കൊടുക്കാത്തതിൻ്റെയാണ് ഈ പറയുന്നത്, നമ്മളെ വിളിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ജ്യൂസ് കൊടുക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ദോശ കഴിച്ചു കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജ്യൂസ് ഞാൻ കൊടുത്തു. ഈ ജ്യൂസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ലിക്വിഡ് ഫോം അല്ല കാണുന്നത്, ഭയങ്കര ലിക്വിഡ് ഫോമിലല്ല, ചെറിയൊരു തിക്നെസ്സോട് കൂടിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഡേറ്റ്സും കൂടി ഉണ്ടല്ലോ, അപ്പോൾ തിക്നെസ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് യൂറിനായിട്ട് അങ്ങ് പോകുമല്ലേ ഉള്ളൂ. അപ്പം ഞാനൊരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കുറുക്കും കൂടെ ആക്കി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അതിപ്പോൾ രാവിലെ ദോശ മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടുത്ത കുറുക്ക് ഞാനിപ്പോൾ കൊടുക്കൂല കേട്ടോ.
പക്ഷെ ഇപ്പം ഞാൻ കൊടുത്തോണ്ടാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ വിശപ്പിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്കിപ്പം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിലപ്പം അത് 3 നേരമായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം 2 നേരം വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ. ബ്രസ്റ്റ് ഫീഡും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 നേരം കൊടുക്കലേ നമുക്ക് നല്ലൊരു ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ ജ്യൂസും കൂടെ കൊടുക്കുമെങ്കിൽ പിന്നെ ബ്രസ്റ്റ് ഫീഡ് അവർ വല്ലാതെ കുറച്ച് കളയും. പിന്നെ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. ബ്രസ്റ്റ് ഫീഡാണല്ലോ നമ്മുടെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഏതായാലും നമ്മൾ ജ്യൂസാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത ഭക്ഷണത്തിൻ്റെ സമയമായി. ജോഡു ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പം നെക്സ്റ്റ് ഇപ്പം ഏകദേശം സമയം 2:30-3 മണിയോളം സമയമായിട്ടോ. അപ്പം എന്താണ് ജോഡുവിനിപ്പോൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മുളപ്പിച്ച റാഗിയാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ അതൊക്കെ ജോഡുവിന് കൊടുക്കാം. ഇതാ ജോഡുവിന് നമ്മൾ റാഗി, നമ്മുടെ മുളപ്പിച്ച റാഗി പൗഡറാണ് കൊടുക്കുന്നത് കേട്ടോ. കുറേ നാളായി ഇപ്പോൾ കൊടുത്തിട്ട്. ഇപ്പം ഞാൻ അവന് ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഈ റാഗി കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടും. അപ്പോൾ അതുകൊണ്ട് കാരണം ബോഡി തണുപ്പിക്കുകയാണല്ലോ റാഗി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളായി കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പം ഒന്ന് പിന്നെയും കൊടുത്തു തുടങ്ങിയാണ്. സാധാരണ ഞാൻ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടായിരിക്കും ഞാൻ കൊടുക്കുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. കാരണം രാവിലെ നമ്മൾ ദോശയ്ക്ക് ചേർത്തില്ല. അപ്പോൾ ഒരു ദിവസം ഒരു നേരം ഞാൻ നെയ്യ് കൊടുക്കാറുള്ളൂ. പിന്നെ എന്തുവാ പറയാനുള്ളത്? ഓക്കെ, ഈ സ്പൂണ് നിങ്ങളത് ഇത്രയും വലുത് കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഈ സ്പൂണ് ഇവന് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഇവൻ വേഗം കഴിക്കും, സാധാരണ സ്പൂണിൽ കൊടുക്കുന്നതിനേക്കാളും കൂടി കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ നമ്മുടെ മുളപ്പിച്ച റാഗി കുറുക്കുമ്പോൾ ലൂസായി പോകുന്നു പലരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിക്കാറില്ല. അത് എനിക്കിങ്ങനെ ഒരു തിക്നെസ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ ചില സമയത്ത് ഞാൻ കുറച്ച് ലൂസിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് ഇവന് വേണ്ടിയിട്ട്, അവന് കുറച്ച് ലൂസിൽ കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ എനിക്കങ്ങനെ ലൂസ് ആവാറില്ല. ഇനിയിപ്പോൾ കുറച്ച് ചില സമയത്ത് അത് ഭയങ്കര കുറച്ച് വെള്ളം കൂടുന്നതുകൊണ്ടാണ് അത് ലൂസ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എനിക്കും വെള്ളം കൂടാൻ നേരത്തെ അത് ലൂസ് ആവാറുണ്ട്, നല്ലപോലെ വെള്ളം പോലെ ആവാറുണ്ട് തിളയ്ക്കുമ്പം. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് തണുക്കാൻ നേരത്ത് അതൊരു തിക്ക് ഫോമിലോട്ട് ആവാറുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ഉണ്ടാക്കി ഒന്ന് തണുക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് ആവശ്യത്തിനുള്ളൊരു ടൈറ്റ്നെസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, എൻ്റെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലപോലെ കട്ടിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോഡുവിൻ്റെ അടുത്ത സമയത്തായി ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു ഉച്ച കഴിഞ്ഞ്, ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിഞ്ഞ് 2:45. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ കുറുപ്പ് കൊടുത്തു. ഈ റാഗിയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ചോറാണ് കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ റാഗി കൊടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം എന്താ പറയുക, ഇനി രാത്രി വരെ ഒരു ഈവനിങ് ടൈം വരെ ഒരു 7 മണി സമയം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ഞാൻ ചോറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുറുപ്പും കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അല്ല ചിലപ്പോൾ വല്ല ഫ്രൂട്ട്സ് പ്യൂരിയോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ടില്ല. ആ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഇനിയിപ്പം ജോഡ് കിടന്ന് ഉറങ്ങും. ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട്. അതിനിടയിൽ ഓരോ ഭക്ഷണം കഴിയുമ്പോഴും കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് കുളിപ്പിച്ചിട്ട് ഈ സമയത്താണ് ഇപ്പം എനിക്ക് കുളിപ്പിക്കാൻ സമയം കിട്ടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് കുളിപ്പീരും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങും. ഒരു വിശാലമായൊരു ഉറക്കം ഉണ്ടാവും ഈ ഒരു സമയത്ത്. പിന്നെ നമുക്കിനി വൈകുന്നേരത്തെ ഭക്ഷണ സമയത്ത് കാണാം. അപ്പോൾ നമ്മുടെ ജോഡുവിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ഫുഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സമയം ഒരു 6:30, 6:45 ആയിട്ടുണ്ട്. ജോഡു ഉറങ്ങി എണീക്കാൻ ഒത്തിരി വൈകി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഞങ്ങൾ മുറ്റത്തോടെ ഒന്ന് ഉലാത്താൻ വേണ്ടി ഞങ്ങൾ മുറ്റത്തോടെയൊക്കെ നടന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് എൻ്റെ കുളി കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 6:30, 6:45 ആയിട്ടുണ്ട്, കറക്റ്റ് 46 ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ അവൻ്റെ കൊടുക്കുന്നത്. ചില ദിവസം ഞാനൊരു 7 മണിയൊക്കെ ആവാറുണ്ട്, അല്ലെങ്കിൽ ഒരു 7:30 ആയിട്ടുമുണ്ട്. അത് നമുക്ക് എൻ്റെ ഒരു സിറ്റുവേഷൻ, ഞങ്ങൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ടെങ്കിൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ലേറ്റായി കൊടുക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പം ഞങ്ങൾ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും അടിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജ്യൂസും കൂടെ കൊടുക്കും. അത് ഞങ്ങൾ ചെയ്യും. നോർമലി ഞങ്ങൾ രാത്രി ചില സമയത്തൊക്കെ മിക്കപ്പോഴും ഞങ്ങൾ ജ്യൂസ് കുടിക്കാറുണ്ട്. അപ്പം ഷുഗർ ആഡ് ചെയ്യാത്ത ജ്യൂസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവന് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഞങ്ങൾ കലവറ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ അവനുണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടോ, ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രിക്കത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്സാണ്. നമ്മുടെ ഓട്സും പീനട്ടും കൂടിയുള്ള നമ്മുടെ പോറിഡ്ജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ഗെയിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ഞാൻ കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇതാണ് കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ
ഓട്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മെലിയൂലേ എന്നുള്ളത്. ഓട്സ് കുറുക്ക് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെലിയത്തില്ല. കാരണം ഇതിനകത്ത് ഒത്തിരി ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഓട്സിനകത്താണെങ്കിലും പീനട്ട് കൊടുക്കുന്ന നമുക്കറിയാം പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്സ് കുറുക്ക് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മളത് പുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ റവയാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കുമ്പോഴാണ് അത് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നതുകൊണ്ട് അതിനൊരു പ്രശ്നവുമില്ല, മറിച്ച് ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് അത് കണ്ടിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബഹളം വെക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാവയുടെ ഒരു ദിവസത്തെ ഫുഡ് ചാർട്ട് അല്ലെങ്കിൽ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എല്ലാ ദിവസവും ഇതായിരിക്കില്ല. ഞാൻ ചില ദിവസം ഞാൻ മാറ്റി മാറ്റി കൊടുക്കും. ഇപ്പം ഓട്സിന് സമയത്ത് ചിലപ്പോൾ ഞാൻ ചോറ് കൊടുക്കും. പക്ഷേ എന്നാലും ഏകദേശം സമയങ്ങളെല്ലാം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ എൻ്റെ സമയത്തിനനുസരിച്ചും ചിലപ്പോൾ മറ്റ് ചില നമ്മുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടും കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സമയമൊക്കെ മാറാറുണ്ട്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോഡുവിൻ്റെ ഫുഡ് റൊട്ടീൻ, ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോട്ടെ കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. ടാറ്റാ.